അപ്പം അതാണ് പറഞ്ഞത്, യാത്രയിലാവട്ടെ അല്ലാതിരിക്കട്ടെ, രോഗമാവട്ടെ അല്ലാതിരിക്കട്ടെ, പിന്നെ നമുക്ക് നല്ല സന്ദർഭവും സൗകര്യമൊക്കെ ഒത്തുവന്നും ഇല്ലാതിരിക്കട്ടെ, ഏതിടത്ത് വെച്ചാണെങ്കിലും നിസ്കാരം നിർവഹിച്ചിരിക്കണം. മറ്റുള്ള ആരാധനക്കൊന്നും ഇത്ര ഒരു തീവ്രത നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലയിടങ്ങളിൽ പറയുന്നത്, വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പ്രകടിത അടയാളം നിസ്കാരമാകുന്നു. നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ വിശ്വാസി, അല്ലെങ്കിൽ അവിശ്വാസി. റസൂൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്, മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദലിക്കൽ മുസ്ലിം. ഒരു ഹദീസ് എങ്ങനെ? ആരാണ് നമ്മുടെ നിസ്കാരം നിർവഹിക്കുന്നത്? നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളൊക്കെ പരിചയിച്ച് 5 വക്ത് നിസ്കാരം. നമ്മുടെ ഖിബ്ലയിലേക്ക് മുന്നിടുന്നത്, വഅകല ദബീഹതന, നമ്മൾ അറുത്തത് കഴിക്കുന്നത്, ഫദലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. കുറേ ഇടങ്ങളിൽ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെല്ലാവരും നിർദ്ധാരണം ചെയ്യുന്നത് ഇത്തരം ഹദീസുകളുടെ വെളിച്ചത്തിലാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനാർത്ഥം പറഞ്ഞയക്കുമ്പോൾ, ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ലൽ കിതാബ്, താങ്കൾ ചെല്ലുന്നത് വേദക്കാരാകുന്ന ഒരു സമൂഹത്തിലേക്കാണ്. അതുകൊണ്ട് ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇബാദല്ലാഹി അസ്സ വജൽ, ഇലൈഹി അല്ലേ, ഇബാദത്തല്ലാഹി അസ്സ വജൽ. താങ്കൾ ആദ്യമായി ക്ഷണിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പരമ യാഥാർത്ഥ്യത്തിലേക്കാണ്. വൈദാ അറഫുല്ലാഹ, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, ഫഅഖ്ബർഹും അന്നല്ലാഹ ഫറള അലൈഹിം 5 സലവാത്ത്, അള്ളാഹുവിനെ അവർ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആദ്യമായി അവരോട് പറയേണ്ടത്, പടച്ച റബ്ബ് നിങ്ങൾക്ക് 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യമാകുന്നു. ഫി യൗമിഹിം വലൈലത്തിഹിം, രാത്രിയും പകലുമായിട്ട് 5 വഖ്ത് നിസ്കാരം. പ്രബോധനത്തിന് പോയിട്ട് മുആദ് ബിൻ ജബൽ തങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം. അള്ളാഹുവിനെ അവരറിഞ്ഞോ? ഒന്നാമതായി കൽപ്പിക്കേണ്ടത് 5 വഖ്ത് നിസ്കാരത്തെക്കുറിച്ചാണ്.